ഇതേ ഈ അമേരിക്കയ്ക്കും ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം ചേട്ടാ, കുറച്ച് കയ്യിലിരിപ്പിന് ഒരു അടി കിട്ടുന്നതൊക്കെ നല്ലതാണെന്ന് തോന്നുകയും ചെയ്യുന്നുണ്ട്. ഒരു അടി അല്ലേ? അല്ലേ, ഇടക്കൊരടി നല്ലതല്ലേ? അതിപ്പോ എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാജ്യാന്തര റേറ്റിംഗ് ഏജൻസി ഉണ്ട്, മൂഡീസ് എന്ന് പറയും. മൂഡീസിന്റെ ക്രെഡിറ്റ് റേറ്റിംഗില് താഴ്ത്തി അവരെ, അതായത് AAA എന്നാണ് പറയുക. അതിൽ നിന്ന് ഒരു പടി താഴ്ത്തി AA1 എന്നാക്കിയിട്ടുണ്ട്. ആ ഒരു താഴ്ത്തൽ മൂഡീസിന്റെ ക്രെഡിറ്റ് റേറ്റിംഗിൽ താഴുക എന്ന് പറയുന്നത് ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. അതില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോ 2023 മൂഡീസ് ഇത് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ പോക്ക് ശരിയല്ല എന്ന് സംബന്ധിച്ചിട്ടുള്ള മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട്. ഇതിപ്പം ആദ്യമായിട്ടൊന്നുമല്ല. ഇതിനു മുമ്പ് 2011 S&P എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഇത് പറയുന്നത് പോലെ AAAയിൽ നിന്ന് AA+ ആയി കുറച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഫിച്ച് റേറ്റിംഗ്സ് എന്ന് പറയുന്ന ഏജൻസിയും 2023 ഇവരുടെ ഒരു റേറ്റിംഗ് ഈ പറയുന്നത് പോലെ തന്നെ AAA എന്നുള്ളതിൽ നിന്ന് AA+ ആയി താഴ്ത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം മറികടക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്താ പറയുക, കിണിഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ്. അതുകൊണ്ട് ട്രംപ് ചെയ്യാൻ പോകുന്നത് 2017 നികുതി ഇളവ് നിയമമുണ്ട്. ആ നിയമം തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പ്രയത്നത്തിലാണ്. പക്ഷെ ഇതെല്ലാം മൂടി വെക്കപ്പെടുകയാണ്. അതായത് ഈ പറയുന്ന ഞങ്ങളാണ് ഒന്നാമൻ എന്നുള്ള മത്സരമാണ്. അതെ, അതിനിടയിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനെ മൂടി വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1917 ശേഷം ആദ്യമായിട്ടാണ് ഈ റേറ്റിംഗ് കുറയുന്നത്. അതെ, മൂഡീസ് റേറ്റിംഗിൽ യുഎസിന്റെ റേറ്റിംഗ് കുറയുന്നത്. ശരിയാ. ഇത് ഈ സർക്കാരിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് നൽകുന്ന റേറ്റിംഗ് ആണ് കുറച്ചിരിക്കുന്നത് എന്നുള്ളതും ഒരു വലിയ അടി തന്നെയാണ്. അപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് ഇതിൽ നിന്ന് ഈ AAA റേറ്റിംഗ് എന്നത് മുമ്പ് പറഞ്ഞല്ലോ, സമ്പദ്സ്ഥിതിയെ സൂചിപ്പിക്കുന്നതാണ്. എത്രത്തോളം ശക്തമാണ് ഒരു രാജ്യത്തിന്റെ സമ്പദ്സ്ഥിതി എന്നുള്ളത്. അതെ, അത് അളക്കുന്നതാണ്. അപ്പോ കടം എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി കൃത്യമായി തിരിച്ചടക്കാനുള്ള ശേഷി ഗവൺമെന്റിനുണ്ടോ എന്ന് പരിശോധിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഈ റേറ്റിംഗ് വഴി. അപ്പൊ ഈ റേറ്റിംഗിൽ ഇത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശേഷി അവർക്ക് ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ഒരു ഡെക്കേഡിനിടയിൽ US ഗവൺമെന്റിന്റെ കടം കുത്തനെ കൂടിയെന്നും കടത്തിന്മേലുള്ള പലിശ ഭാരം അസഹനീയമായി വർദ്ധിച്ചെന്ന്, അത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്. അതായത് ഇനി വരുന്നത് ഫ്യൂച്ചറിൽ അവർക്ക് ഇത്രത്തോളം ഇനി കടമെടുക്കാൻ കഴിയും, അതായത് കടമെടുക്കാൻ കഴിയാത്ത തരത്തിൽ അവരുടെ സമ്പദ്സ്ഥിതി. അമേരിക്ക കടമെടുക്കാന്നൊക്കെ പറഞ്ഞാൽ അമേരിക്ക തന്നെയാണ് എല്ലാവരും കടമെടുക്കുന്നത്. അതെ, അവരാണല്ലോ എല്ലാം കൊടുക്കുന്നത്, എല്ലാവർക്കും എല്ലാം സപ്ലൈ ചെയ്യുന്നത് അവരാണ്. പക്ഷെ ഇത്രയും ആയുധ കയറ്റുമതിയും ഇത്രയും കയറ്റുമതിയൊക്കെ ഉണ്ടായിട്ടും അവർക്ക് പറയുന്ന പോലെ പിടിച്ചു നിൽക്കുക എന്നുള്ളത്, അത് ഒരു ചെറിയ തിരിച്ചടി മതി. അതായത് ചെറിയ, നമ്മൾ പറയില്ലേ, ഒരു മുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റെല്ലാം താഴേക്ക് പോരും എന്ന് പറയുന്നത് പോലെയാണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ അമേരിക്കയുടെ കടം എന്ന് പറയുന്നത് $36.2 ട്രില്യൺ കടത്തിലാണ് എന്നാണ്. അതായത് നമ്മൾ പറയുമ്പോൾ ഏതാണ്ട് ഒരു 3000 ലക്ഷം കോടി കടത്തിലാണ് അമേരിക്ക ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ അമേരിക്കയുടെ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഒക്ടോബർ 1 ആരംഭിച്ച് സെപ്റ്റംബർ 30 വരെ ഉള്ളതാണ് സാമ്പത്തിക വർഷം. അത് ഓരോ നാടിനും വ്യത്യസ്തമായിരിക്കും എന്നാണ് തോന്നുന്നത്. നമ്മുടെ സാമ്പത്തിക വർഷത്തിന്റെ ഒരു കണക്കെടുപ്പ് എന്ന് പറയുന്നത് വേറെ രീതിയിൽ തന്നെയാണ്. അപ്പൊ ഈ നടപ്പ് വർഷം അറ്റ് പ്രസന്റ് ഇതുവരെ US ഗവൺമെന്റിന്റെ ഈ പറയുന്ന വരവും ചെലവും തമ്മിലുള്ള ഒരു അന്തരം എന്ന് പറയുന്നത് $1.05 ട്രില്യൺ, അതായത് 89 ലക്ഷം കോടി രൂപയാണ്. അത് മുൻ വർഷത്തെ 13% അധികമാണ് ഇത് എന്നുള്ളതാണ് റിപ്പോർട്ടുകളിലൊക്കെയും പറയുന്നത്.
അത് ആഭ്യന്തര നികുതികളും സർക്കാർ ജോലികളും ഒക്കെ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം 4 ലക്ഷം കോടി ഡോളറിന്റെ, അതായത് 340 ലക്ഷം കോടി രൂപയുടെ അധിക ധനക്കമ്മിക്ക് ഇടയാക്കുമെന്നുള്ള മുന്നറിയിപ്പും ഒക്കെ വരുന്നുണ്ട്. ഈ 2024 അതിൽ ആ സമയത്തെ കണക്ക് പ്രകാരം US-ന്റെ ധനക്കമ്മി അവരുടെ GDP-യുടെ 6.4%. 2035 ഇത് 9% കുത്തനെ കൂടുമെന്നാണ് പറയുന്നത്. മൊത്തം കടം എന്ന് പറയുന്നത് 2024 98% നിന്ന് 2035 GDP-യുടെ 134% കൂടുകയും ചെയ്യും. ഇത് അതിഭീകരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അമേരിക്ക പോകുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതിനിടയിലാണ് കുത്തിത്തിരിപ്പും മറ്റുള്ളതായിട്ടൊക്കെ ഇറങ്ങുന്നത്. ഈ പറയുന്ന GDP-യുടെ 134% പറയുന്നത്. അത്രയും കൂടും. 2035 അത് അത്രയുമായി കൂടുമെന്നുള്ളതാണ്. അതായത് ഈ സർക്കാരിന്റെ വരുമാനത്തിലെ ഇടിവ്, ഇതുവരെ കണക്കിലെടുക്കാതെയുള്ള അമിത ചെലവുകള്, പലിശ തിരിച്ചടവിലുണ്ടാവുന്ന വളർച്ച എന്നിവയൊക്കെയാണ് ഈ തിരിച്ചടിയാകുന്നത്. ഈ കഴിഞ്ഞു പോയ ജനുവരി മാർച്ച് ആ ഒരു ടേമില് US-ന്റെ GDP വളർച്ചാ നിരക്ക് -0.3 താഴേക്ക് വീണിരുന്നു. അതായത് തൊട്ട് മുൻപാദത്തിൽ പോസിറ്റീവായിരുന്നു. 2.4% നിന്നാണ് നേരെ -0.3 വീഴുന്നത്. അങ്ങനെ അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നറിയിപ്പ് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 2023 തന്നെ മൂഡീസ് ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് US പോകുന്നു എന്ന് മുന്നറിയിപ്പ് നൽകി, സൂചന കൊടുത്തിരുന്നു. അതെ, പക്ഷെ ഒന്നും തന്നെ ഇവർ കണക്കിലെടുത്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ട്രംപ് സമ്മതിക്കൂലല്ലോ. ട്രംപ് അല്ല ആരെങ്കിലും സമ്മതിക്കോ? ട്രംപ് ഒട്ടും സമ്മതിക്കില്ല. കാരണം ലോക പോലീസായിട്ട് എപ്പോഴും എല്ലാവർക്കും മീതെ അധികാരം ചുമത്താൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു ലോകരാഷ്ട്രത്തിന്റെ തലവൻ എങ്ങനെയാണ് തങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയെന്ന് പറയുക? ഇപ്പൊ നോക്കൂ, ട്രംപ് മോദിയുമായിട്ട് ഏറെ അടുപ്പമാണ്. ഏത് വേദിയിലും ഭാരതത്തിനെ കുറിച്ചും മോദിയെ കുറിച്ചും നല്ലത് മാത്രമാണ് പറയുന്നത്. 2023 തന്നെ ഇതിന്റെ മുന്നറിയിപ്പ് നൽകി. അതെ, അപ്പൊ ഈ മോദിയെ കുറിച്ച് ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് പെഹൽഗാമിൽ ഒരു അറ്റാക്ക് വന്നപ്പോ ആ സമയത്ത് മുതലെടുപ്പ് നടത്താൻ ആയുധം കച്ചവടം ചെയ്യണം. അവർക്ക് ലക്ഷ്യങ്ങളായിരുന്നു. അതായത് അതൊരു ഡീപ് സ്റ്റേറ്റിന്റെ കളിയാണ്. ആ സമയത്ത് ഇടപെട്ടു, നമ്മളുടെ ഈ പറയുന്ന എന്താ പറയാ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇടപെട്ടു എന്നൊക്കെ പറയുകയും പിന്നീട് ട്രംപിന് അത് പിൻവലിക്കേണ്ടിയും വന്നു. അവര് തമ്മിൽ തീരുമാനിച്ചോട്ടെ എന്നൊക്കെ തന്നെ അദ്ദേഹം അതെ, ആദ്യം പറഞ്ഞത് അവര് പറഞ്ഞത് കൊണ്ടാണ്, അമേരിക്ക പറഞ്ഞത് കൊണ്ടാണ് ഇതാണ് എന്ന് പറഞ്ഞത്. അപ്പോ പിന്നീട് അത് മാറ്റി പറയേണ്ടി വന്നു. അപ്പൊ അതെല്ലാം ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റുമായി ചേർന്ന് ഉള്ള കളികളാണ് കണ്ടത്. അത് മറ്റൊരു കാര്യമാണ്. എന്തായാലും കടം പെരുകുന്നതും പലിശഭാരം കുമിയുന്നതും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് 2023 തന്നെ മൂഡീസ് ഈ റിപ്പോർട്ട് നൽകിയത്. US-ന്റെ ഈ പറയുന്ന മാറി വന്നിട്ടുള്ള ഗവൺമെന്റുകളും US കോൺഗ്രസും US-ന്റെ കടബാധ്യതയും പലിശ ചെലവും പെരുകുന്നത് തടയാൻ പരാജയപ്പെട്ടു എന്ന് കൂടി അവർ റിപ്പോർട്ടിൽ പറയുന്നു. 2023 അറിയിക്കുമ്പോഴേ ട്രംപ് അധികാരത്തിൽ വന്നിട്ടില്ലല്ലോ. ഇല്ല, അതിനു മുമ്പുള്ളത് കൂടിയാണ്. ഇത് പോകെ ഓരോ വർഷത്തെയും കണക്കെടുപ്പാണല്ലോ, അത് വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ ഈ ഒരു സർക്കാർ വന്നിട്ടും ചെലവുകൾ അധികമാണ് എന്നുള്ളത് തന്നെയാണ്. അതിന്മേൽ ഒരു നടപടി എടുക്കാൻ. അതിപ്പോ ട്രംപ് മത്സരിക്കുന്ന സമയത്താണെങ്കിൽ ട്രംപിന് ഇതൊക്കെ മനസ്സിലാകാത്ത ഒരാളൊന്നും അല്ല. ട്രംപ് കൃത്യമായ അമേരിക്കൻ പ്രസിഡന്റ് ആവുക എന്നുള്ള ലക്ഷ്യം വെച്ച് തന്നെ നടന്നയാളാണ്. അപ്പൊ ഇതെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ആ ഒരു ലക്ഷ്യത്തിലേക്ക് പോയിട്ടുണ്ടാവുക. അപ്പോ ചില്ലറയൊന്നുമല്ല, 3000 ലക്ഷം കോടിയുടെ കടമാണ് അമേരിക്കയ്ക്കുള്ളത്. ലോക പോലീസ് തമയാൻ നടക്കുന്ന അമേരിക്കയ്ക്കുള്ളത്. അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല.